ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. ഒരവസരത്തിൽ ഒരു ദൈവദാസൻ മാരക പാപം ചെയ്യുവാനുള്ള അവസ്ഥയിലാണെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവം ആഗ്രഹിക്കുന്ന നരകത്തിൻ്റെ എല്ലാ പീഡനങ്ങളും എല്ലാ സഹനങ്ങളും എന്നിലേക്ക് അയച്ച് ആ വൈദികനെ പാപ സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കി വിടുതൽ നൽകാൻ കഴിയണമെന്ന് ഞാൻ അവിടുത്തോട് യാചിച്ചു. ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടു. ആ നിമിഷം തന്നെ എൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ തലച്ചോറ് വരെ അതിൻ്റെ മുള്ളുകൾ ആഴ്ന്നിറങ്ങി. 3 മണിക്കൂർ സമയം ഇത് നീണ്ടു നിന്നു. ആ പാപത്തിൽ നിന്ന് ആ ദൈവദാസന് വിടുതൽ ലഭിച്ചു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയാൽ എൻ്റെ ആത്മാവ് ശക്തി പ്രാപിച്ചു. ഒരിക്കൽ ക്രിസ്മസ് ദിനത്തിൽ 1928 ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും എന്നെ വലയം ചെയ്യുന്നതായി തോന്നി. കർത്താവുമായുള്ള കണ്ടുമുട്ടലിൽ നിന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓടി അകലാൻ ശ്രമിച്ചു. യോസേഫിനേക്കിലെ സിസ്റ്റേഴ്സിനെ സന്ദർശിക്കാൻ ഞാൻ മദർ സുപ്പീരിയറിനോട് അനുവാദം ചോദിച്ചു. മദർ ഞങ്ങൾക്ക് അനുവാദം തന്നു. ഊണ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി. മഠത്തിൻ്റെ വാതിൽക്കൽ മറ്റ് സിസ്റ്റേഴ്സ് എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. പുറം കുപ്പായം എടുക്കാൻ ഞാൻ മുറിയിലേക്ക് ഓടി. മടങ്ങി വരുമ്പോൾ ആ ചെറിയ ചാപ്പലിൻ്റെ പടിവാതിൽക്കൽ ഈശോ നിൽക്കുന്നത് കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, പക്ഷേ ഞാൻ നിന്റെ ഹൃദയം എടുത്തിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നതായി എനിക്ക് തോന്നി. എന്നാൽ ഇപ്പോൾ തന്നെ സമയം വൈകിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റേഴ്സ് ഞാൻ വൈകുന്നതിൽ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ ഞാൻ വേഗം അവരുടെ കൂടെ പോയി. എന്നാൽ എന്തോ ഒരു വലിയ അസ്വസ്ഥത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു പ്രത്യേകമായ ദാഹം എൻ്റെ ആത്മാവിനെ ഗ്രസിച്ചു. എന്നാൽ ദൈവമല്ലാതെ മറ്റാരും ഇതേപ്പറ്റി അറിഞ്ഞില്ല. യോസേഫിനേക്കിൽ എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മടങ്ങാം എന്ന് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. സിസ്റ്റേഴ്സ് അല്പം വിശ്രമിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ ആത്മാവിന് ഒട്ടും സ്വസ്ഥത ലഭിച്ചില്ല. ഇരുട്ടാകുന്നതിന് മുമ്പ് നാം മടങ്ങണം എന്ന് ഞാൻ പറഞ്ഞു. വളരെ ദൂരം പോകേണ്ടിയിരുന്നത് കൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ മഠത്തിലേക്ക് മടങ്ങി. നടപ്പുരയിൽ വച്ച് മദർ സുപ്പീരിയർ ഞങ്ങളെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഇതുവരെ സിസ്റ്റേഴ്സ് പോയില്ലേ? അതോ ഇത്ര വേഗം മടങ്ങി വന്നോ? വൈകി വരണ്ടെന്ന് കരുതി ഞങ്ങൾ നേരത്തെ മടങ്ങിപ്പോന്നു എന്ന് ഞാൻ മറുപടി നൽകി. പുറം കുപ്പായം മാറ്റിയിട്ട് ഉടനെ തന്നെ ഞാൻ ചാപ്പലിലേക്ക് പോയി. ചാപ്പലിൽ കയറിയ ഉടനെ തന്നെ ഈശോ എന്നോട് പറഞ്ഞു, വൈകി വരണ്ട എന്ന് കരുതിയല്ല, ഞാൻ നിന്റെ ഹൃദയം എടുത്തത് കൊണ്ടാണ് നീ മടങ്ങി വന്നത് എന്ന് മദർ സുപ്പീരിയറിനോട് ഉടനെ തന്നെ ചെന്ന് പറയുക. എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നെങ്കിലും സുപ്പീരിയറുടെ അടുക്കൽ പോയി എന്തുകൊണ്ടാണ് ഞാൻ വേഗം മടങ്ങി വന്നതെന്ന സത്യം തുറന്നു പറഞ്ഞു. കർത്താവിന് അനിഷ്ടം തോന്നിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടുത്തോട് ക്ഷമ ചോദിച്ചു. അപ്പോൾ ഈശോ വലിയ സന്തോഷത്താൽ എന്നെ നിറച്ചു. കർത്താവിലല്ലാതെ ഒരിടത്തും സംതൃപ്തി ലഭിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരവസരത്തിൽ 2 സിസ്റ്റേഴ്സ്
നരകത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതായി ഞാൻ കണ്ടു. തീവ്രവേദനയാൽ എൻ്റെ ആത്മാവ് കഠിനമായി മുറിപ്പെട്ടു. അവർക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈശോ എന്നോട് പറഞ്ഞു, മാരകമായ പാപത്തിൽ വീഴാൻ തക്ക അവസ്ഥയിലാണ് ഈ 2 സിസ്റ്റേഴ്സ് എന്ന് മദർ സുപ്പീരിയറിൻ്റെ അടുത്ത് ചെന്ന് പറയുക. പിറ്റേ ദിവസം ഈ വിവരം ഞാൻ സുപ്പീരിയറിനോട് പറഞ്ഞു. അവരിലൊരാൾ വലിയ തീക്ഷ്ണതയോടെ അനുതപിച്ചു കഴിഞ്ഞിരുന്നു. മറ്റേയാൾ വലിയ ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഭവനത്തിൽ നിന്ന് പോകുകയാണ്. ഇവിടുത്തെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല. സക്രാരിയിൽ നിന്ന് തിരുവോസ്തി പുറത്തു വന്ന് എൻ്റെ കൈകളിൽ വിശ്രമിച്ചു. അതീവ സന്തോഷത്തോടെ ഞാനത് തിരിച്ച് സക്രാരിയിൽ നിക്ഷേപിച്ചു. രണ്ടാമതും ഇത് തന്നെ ആവർത്തിച്ചു. വീണ്ടും ഞാനത് തിരിച്ചു വച്ചു. എന്നാൽ മൂന്നാമതും ഇത് തന്നെ സംഭവിച്ചു. എന്നാൽ തിരുവോസ്തി ജീവനുള്ള ഈശോനാഥനായി രൂപാന്തരപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇനി വസിക്കുകയില്ല. അപ്പോൾ ഈശോയോട് തീവ്രമായ സ്നേഹം എൻ്റെ ആത്മാവിൽ ഉണർന്നു. ഞാൻ പറഞ്ഞു, ഈശോയെ, അങ്ങ് ഈ ഭവനം വിട്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈശോ വീണ്ടും അപ്രത്യക്ഷനായി. എൻ്റെ കൈകളിൽ തിരുവോസ്തി മാത്രമായി. വീണ്ടും ഞാനത് കാസയിൽ വച്ച് സക്രാരിയിൽ വച്ച് അടച്ചു. ഈശോ ഞങ്ങളുടെ കൂടെ വസിച്ചു. പരിഹാരമായി 3 ദിവസത്തെ ആരാധന ഞാൻ നടത്തി. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്തതും എന്നെ വളരെ വേദനിപ്പിക്കുന്നതുമായ ഇന്ന കാര്യങ്ങൾ ഈ ഭവനത്തിൽ നടക്കുന്നുണ്ടെന്ന് മദർ ജനറലിനോട് പറയുക. മദറിനോട് ഇത് ഉടനെ തന്നെ ഞാൻ പറഞ്ഞില്ല. എനിക്ക് അസ്വസ്ഥതയായി. 1 മിനിറ്റ് പോലും ഇത് വച്ചു താമസിപ്പിക്കാൻ കർത്താവ് നൽകിയ ഈ അസ്വസ്ഥത എന്നെ അനുവദിച്ചില്ല. ഞാൻ ഉടനെ തന്നെ മദർ ജനറലിന് എഴുതി. എൻ്റെ ആത്മാവിന് സ്വസ്ഥത ലഭിച്ചു. ഈശോനാഥൻ്റെ പീഡാസഹനം പലപ്പോഴും എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്നു. മറ്റുള്ളവർക്ക് ഇത് ദൃശ്യമായിരുന്നില്ല. ഞാൻ അതിൽ സന്തോഷിച്ചു. കാരണം ഈശോ അങ്ങനെ തന്നെയാണത് ആഗ്രഹിച്ചത്. എന്നാൽ ഇത് കുറച്ചു സമയത്തേക്ക് മാത്രമായിരുന്നു. ഈ സഹനങ്ങൾ എൻ്റെ ആത്മാവിനെ ദൈവത്തോടും അമർത്യമായ ആത്മാക്കളോടുമുള്ള സ്നേഹത്താൽ ജ്വലിപ്പിച്ചു. സ്നേഹം എല്ലാം സഹിക്കുന്നു. സ്നേഹം മരണത്തേക്കാൾ ശക്തിയുള്ളതാണ്. സ്നേഹം ഒന്നിനെയും ഭയപ്പെടുന്നില്ല.